أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور بإذن ربهم إلى صراط العزيز الحميد. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുവാനാകട്ടെ. സഹോദരങ്ങളെ, ആമുഖമായി ഓതിവച്ച വചനം വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം സൂറ ഇബ്രാഹീമിൻ്റെ 1-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കേവല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന പല അധ്യായങ്ങളും നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നമുക്ക് പിന്നീട് ആകാം. കിതാബുൻ ഒരു ഗ്രന്ഥമാകുന്നു. അൻസൽനാഹു നാം അതിനെ അവതരിപ്പിച്ചു. ഇലൈക നിന്നിലേക്ക്. ലിതുഖ്രിജ നീ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അന്നാസ മനുഷ്യൻ മിനൽ ദുലുമാതി അന്ധകാരങ്ങളിൽ നിന്ന് ഇലൻ നൂർ പ്രകാശത്തിലേക്ക് ബിഇദ്നി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് അസീസും ഹമീദുമായ പ്രതാപവാനും സ്തുത്യർഹനുമായിട്ടുള്ളവൻ്റെ പാതയിലേക്ക്, അഥവാ മനുഷ്യരെ അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അസീസും ഹമീദുമായ അല്ലാഹുവിൻ്റെ പാതയിലേക്ക്, ശരിയായ മാർഗത്തിലേക്ക്. ഇതാണ് ഞാൻ ഓതിവച്ച ആയത്തിൻ്റെ മഅന. വിശുദ്ധ ഖുർആൻ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അഥവാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 257-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു വലിയുൽ ലദീന ആമനു. വിശ്വസിച്ചവരായ ആളുകളുടെ രക്ഷാധികാരിയാണ് അല്ലാഹു. യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ. അവൻ നിങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വല്ലദീന കഫറു സത്യനിഷേധികളായ ആളുകൾ ഔലിയാഉഹുമുത് ത്വാഗൂത്ത് അവരുടെ രക്ഷാധികാരി ദുർമൂർത്തികളാണ്. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്. ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത് പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്.
ഉലൈക അസ്ഹാബുന്നാർ, അവരാണ് നരകത്തിന്റെ സ്വഹാബുകാർ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ക്ഷണിക്കുന്നത്, വിശുദ്ധ ഖുർആൻ മാനവരാശിയെ വിളിക്കുന്നത് വെളിച്ചത്തിലേക്കാണ്, പ്രകാശത്തിലേക്കാണ്, നന്മയിലേക്കാണ്, സന്മാർഗത്തിലേക്കാണ്, സൽപാന്താവിലേക്കാണ്. സകല മനുഷ്യരെയും ഏറ്റവും നല്ല മാർഗത്തിലേക്ക് വഴി നടത്തുന്ന ഒരു വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആനിനെ സംബന്ധിച്ച് 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന ഗ്രന്ഥമാണ്. മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹുദൽ ലിന്നാസ്, സൂറത്ത് ബഖറയുടെ 185-ാമത്തെ വചനത്തിൽ സകല മനുഷ്യർക്കുമുള്ള ഹുദയാണ്, മാർഗദർശനമാണ്, വഴികാട്ടിയാണ്, പ്രകാശമാണ്, വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ. മനുഷ്യരെ നന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. മാനവരാശിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഖുർആൻ സ്വീകരിക്കുക? അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ കഴിയുമോ? ഒരിക്കലും നാം അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. സൂറത്ത് ബഖറയുടെ അവസാനത്തെ വചനമാണ്, 286-ാമത്തെ ആയത്താണ്. ഒരു നഫ്സിനോടും അതിന്റെ കഴിവിൽപ്പെടാത്ത കാര്യം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കുന്നില്ല, അനുശാസിക്കുന്നില്ല. നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, മാനവരാശിക്ക് നെഞ്ചിലേറ്റാൻ കഴിയുന്ന പ്രയാസകരമല്ലാത്ത ആശയമാണ്, ആദർശമാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജനതയുടെ മുന്നിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ. ഇത് ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്നുള്ളതാണ്. കാരണം എന്താ? വിശുദ്ധ ഖുർആനാകുന്ന ഈ അമാനത്തിനെ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു വിഭാഗമാണ് മനുഷ്യ വിഭാഗം. പക്ഷേ പലപ്പോഴും നാം അത് മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അറദ്നൽ അമാനത, തീർച്ചയായും അമാനത്തിനെ നാം പ്രദർശിപ്പിക്കുകയുണ്ടായി, നാം എടുത്തു കാട്ടുക ഉണ്ടായി, അലസമാവാതി, ആകാശത്തിന്റെ മേൽ, വൽ അർദി, ഭൂമിയുടെ മേൽ, വൽ ജിബാലി, പർവ്വതങ്ങളുടെ മേൽ. ഈ അമാനത്തിനെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിച്ചപ്പോൾ ഫഅബൈന അയ്യഹ്മിൽനഹ, ഇത് ഏറ്റെടുക്കാൻ അവകളെല്ലാം വിസമ്മതം പ്രകടിപ്പിച്ചു. എന്ന് മാത്രമല്ല, വഅശ്ഫഖന മിൻഹ, അതിനെപ്പറ്റി അവർ ഭയപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, ആകാശവും ഭൂമിയും പർവ്വതങ്ങളും എത്രത്തോളം വമ്പിച്ചതാണ്, എത്രത്തോളം ശക്തിയുള്ളതാണ്. ആ പർവ്വതങ്ങളും ആകാശവും ഭൂമിയും ഈ അമാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാം മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും അതിനെ സംബന്ധിച്ചോർക്ക് ഭയപ്പെടുകയും ചെയ്തു. എന്നാൽ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നാണ്, വിശ്വസ്തത എന്നൊക്കെയാണ് അതിന്റെ സാക്ഷാൽ വാക്കർത്ഥം. ഒരാളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നാം എന്തെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുകയോ ചെയ്താൽ അതിനാണ് അമാനത്ത് എന്ന് പറയുക. എന്നാൽ ഇവിടെ അമാനത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളാകുന്ന മതശാസനകളാണ് ഇവിടെ അമാനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ മതനിയമം, ഈ വിശുദ്ധ ഖുർആനാകുന്ന അമാനത്ത്, ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് മനുഷ്യരായ വിഭാഗമെന്ന് ഞാനും നിങ്ങളും മറന്നു പോകാൻ പാടില്ല. പർവ്വതങ്ങൾ മടി കാണിച്ച, ആകാശങ്ങൾ മടി കാണിച്ച, ഭൂമി മടി കാണിച്ച, അതെല്ലാം ഭയപ്പെട്ട് പിന്നോട്ട് മാറിയപ്പോൾ ഏറ്റെടുക്കാൻ തയ്യാറായവരാണ് മനുഷ്യൻ. എന്നാൽ ഈ അമാനത്ത്, ഈ ഉത്തരവാദിത്തം എത്രമാത്രം ജീവിതത്തിൽ നിർവഹിക്കുവാൻ
പാലിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ, ജാഗ്രത പുലർത്തുവാൻ മനുഷ്യരെ നമുക്ക് കഴിയുന്നുണ്ട്. ഈ വിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥത്തെ തോളിലേറ്റാൻ, നെഞ്ചിലേറ്റാൻ, ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കാൻ നമ്മിൽ എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട്? വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറത്തുൽ ഹശ്റിന്റെ 21-ാമത്തെ ആയത്തിൽ ഒരു ഉപമ പറയുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മേൽ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, ലറഅയ്തഹു, ആ പർവ്വതത്തെ നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. ഖാശിഅ, അത് വിനയം കാണിക്കുന്നത്, താഴ്മ പ്രകടിപ്പിക്കുന്നത്, മാത്രമല്ല മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ട് ആ പർവ്വതം സ്വയം പൊട്ടിപ്പൊളിഞ്ഞ് ചിന്നിച്ചിതറി പല കഷണങ്ങളായി വേറിട്ട് പോകുന്നത് നിനക്ക് കാണാൻ കഴിയുമായിരുന്നു. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഉപമകളെല്ലാം നാം വിശദീകരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ്. നാം ആലോചിക്കുക, ഈ ഖുർആൻ ഒരു പർവ്വതത്തിന്മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരുന്നുവെങ്കിൽ, എത്ര വലിയ പർവ്വതമാകട്ടെ, എത്ര ഉറച്ച പർവ്വതമാകട്ടെ, അത് അല്ലാഹുവിന്റെ മുന്നിൽ താഴ്മ കാണിക്കുന്നു. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സ്വയം പൊട്ടിപ്പൊളിഞ്ഞ് വേറിട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഈ ഉപമകൾ വിവരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ഖുർആനിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമുക്ക് ഈ ഖുർആനുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? മറിക്കണം വിശുദ്ധ ഖുർആനിന്റെ താളുകൾ. സൂറത്തുൽ ജുമുഅ ഖുർആനിന്റെ 62-ാം അധ്യായമാണ്. അതിന്റെ 5-ാമത്തെ ആയത്തിൽ ഒരു വിഭാഗത്തിന്റെ ഉപമ ഖുർആൻ പറയുന്നുണ്ട്. മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ആരെപ്പറ്റിയാ പറഞ്ഞത്? തൗറാത്തിന്റെ ഭാരവാഹികളെ പറ്റി, ജൂതന്മാരായ ആളുകളെ പറ്റി. ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാണ് അവരുടെ ഉപമ. തൗറാത്ത് എന്ന വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ട് അത് വായിക്കാനോ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനോ തൗറാത്തിന്റെ ഭാരവാഹികൾ തയ്യാറായില്ല. അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയെന്ന് ആ വിഭാഗത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപമിച്ചത് ഒരു കഴുതയോടാണെങ്കിൽ ഈ സമുദായത്തെ എന്തിനോട് ഉപമിക്കേണ്ടി വരും? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറായോ? എങ്ങനെയാണ് ഞാനും നിങ്ങളും ഖുർആനിനെ മനസ്സിലാക്കിയത്? പല ആളുകളും ഖുർആനിൽ നിന്ന് ചെറിയ ചെറിയ കുറച്ച് സൂറത്തുകൾ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാ? നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമായി ചെറിയ സൂറത്തുകൾ, കുറച്ച് അധ്യായങ്ങൾ അതിങ്ങനെ ഹിഫ്ളാക്കി വെച്ചു എന്നല്ലാതെ ഖുർആനുമായി നമുക്ക് എന്താണ് ബന്ധമുള്ളത്? എത്രയോ വിദ്യാർത്ഥികളാണ് വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി ഹാഫിളീകളായി പുറത്തിറങ്ങുന്നത്. അവരുടെ ജീവിതത്തിൽ ഖുർആനായി ബന്ധമില്ല. പല ആളുകളും ഇമാമായി ജോലി ചെയ്യാനായി, ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി, ശമ്പളം കിട്ടുന്നതിന് വേണ്ടി, കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി മാത്രമായി വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എങ്ങനെയാണ് ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുക? എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ എവിടെയാണ് വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചത്? ഖുർആൻ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ അവന് സാധിക്കുമെന്നുള്ളതാണ്. എത്ര വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും തലകുനിക്കാതെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത്, ഖുർആനിന്റെ അർത്ഥം, അതിന്റെ മഅന, അതിന്റെ ആശയം ഒരു വട്ടം 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ മുതൽ 114-ാം അധ്യായമായ സൂറത്തുൻ നാസ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളുടെ ആയത്തുകളുടെ മഅന ഒരു വട്ടമെങ്കിലും ഞാനും നിങ്ങളും ജീവിതത്തിൽ വായിച്ചു തീർത്തിട്ടുണ്ടോ? ഏത് ഭാഷയിലും അതിന്റെ പരിഭാഷ കിട്ടും നമുക്ക്. നമ്മുടെ പള്ളികളിലുണ്ട്, മദ്രസകളിലുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന മക്കളുടെ വീടുകളാണെങ്കിൽ ആ മക്കളുടെ കയ്യിലുണ്ട് ഖുർആനിന്റെ പരിഭാഷ. നമ്മുടെ വീടുകളിലുണ്ട്. വിദേശത്ത് പോയപ്പോൾ കൊണ്ടുവന്നത്, സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നത്, മദീനയിൽ പോയി വന്ന ആളുകൾ നമുക്ക് ഗിഫ്റ്റായി തന്നത് ഈ ഖുർആൻ പരിഭാഷ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് ആ ഷെൽഫിൽ ഭദ്രമായി കൊണ്ടുപോയി വെച്ചു എന്നല്ലാതെ ആ ഖുർആൻ ഒന്ന്
നമുക്ക് കഴിയാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നാം ആകെ തകർന്നു പോവുകയാണ്, തരിപ്പണമായി പോവുകയാണ്, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആ ഖുർആനിലൂടെ പ്രവാചകന്മാരുടെ ചരിത്രം നീ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ, പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ച് നീ ഒന്ന് പഠിച്ചിരുന്നുവെങ്കിൽ, ആ ഖുർആൻ എന്ന് വായിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിൽ നീ ഒരിക്കലും തകർന്നു പോകില്ല. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് ഒളിച്ചോടുക, ജീവിതം എടുക്കുക എന്ന് പറഞ്ഞ് എല്ലാവരെയും വിട്ടെറിഞ്ഞ് ഉപേക്ഷിച്ചു പോവുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ഇനി എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിതം സ്വയം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കണ്ടിലെ മാസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിന്റെ മണ്ണിൽ തകർന്നു വീണ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ തന്റെ ഉറ്റവരും ഉടയവരും അതിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. ജീവനുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അറിയില്ല. ആ തകർന്നു വീഴുന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെ സമീപത്തിരുന്നു കൊണ്ട് ഒരു ഫലസ്തീനി ബാലൻ ഓടിത്തരുന്ന ഏതാനും ചില ആയത്തുകളുടെ വീഡിയോ കാണാത്തവരും കേൾക്കാത്തവരും ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകില്ല. ആ പയ്യൻ അവിടെ ഇരുന്ന് ഓതുന്ന വചനം വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരുടെ ഈമാനായിരുന്നു അത്, അവരുടെ ഇസ്തിർജാ ആയിരുന്നു അത്. വിശ്വാസികളായ ആളുകൾ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്ന വാചകം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെ തരണം ചെയ്യാനുള്ള ഈമാനികമായ കരുത്ത് വിശുദ്ധ ഖുർആനിലൂടെ നേടിയെടുക്കാൻ എത്ര ആളുകൾക്കാണ് സാധിക്കുന്നത്? വീട്ടിൽ പോയി ഖുർആൻ എടുത്ത് 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 155, 156, 157 എന്നീ 3 ആയത്തുകളുടെ പരിഭാഷ എടുത്ത് അതിന്റെ ആശയം മനസ്സിലാക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമാണ്. എപ്പോഴും സുഖം മാത്രമല്ല, സന്തോഷം മാത്രമല്ല, ലാഭം മാത്രമല്ല, നേട്ടം മാത്രമല്ല, ഐശ്വര്യം മാത്രമല്ല, ഉയർച്ചയല്ല താഴ്ചയുണ്ടാകും. സുഖം മാത്രമല്ല, ദുഃഖമുണ്ടാകും. ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരും. ആ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഈമാനികമായ കരുത്ത് വിശുദ്ധ ഖുർആൻ ഹൃദയം കൊണ്ട് വായിക്കുന്ന ആളുകൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഹൃദയത്തിലാണ് ഖുർആനിന്റെ സ്ഥാനം ഉണ്ടാകേണ്ടത്. നാവിൻ തുമ്പിൽ തട്ടിക്കളിച്ചിട്ട് കാര്യമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ ഖുഫാലുഹാ. വിശുദ്ധ ഖുർആനിന്റെ 47-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനമാണ്. ഈ ഖുർആനിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഖുർആനിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? ഖുർആനിന്റെ വല്ലാത്തൊരു പ്രയോഗമാണ്. പൂട്ടിക്കിടക്കുന്ന നമ്മുടെ ഹൃദയം, നന്മ പ്രവേശിച്ചിട്ടില്ലാത്ത, വെളിച്ചം കടന്നു ചെന്നിട്ടില്ലാത്ത, മലീമസമായി പോയ, തിന്മ കൊണ്ട് കറപിടിച്ചു പോയ ആ ഹൃദയത്തെ തുറക്കാനുള്ള താക്കോലാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഖുർആനില്ലാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ വീട് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖൽബി. ഖുർആനിന്റെ അംശം ഹൃദയത്തിൽ ഇല്ല എങ്കിൽ അവൻ തകർന്നടിഞ്ഞ വീട് പോലെയാണ്. തകർന്നടിഞ്ഞ വീട് എന്ന് പറഞ്ഞാൽ ആ വീട് പിന്നെ എന്തിനു കൊള്ളാം സഹോദരങ്ങളെ? അവിടെ നമുക്ക് താമസിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ ഒന്നിനും കൊള്ളാത്തവനായി നീ മാറിപ്പോവുകയാണ് നിന്റെ ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാതെ പോയാൽ. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ആൾ പാർപ്പില്ലാത്ത വീട് പോലെ എന്ന, പൂട്ടിക്കിടക്കുന്ന വീട്. ആ വീടിന്റെ അവസ്ഥ എന്താ? ആകെ പൊടി പിടിച്ച് കരച്ചിലുണ്ട്, മാറാല അധികരിച്ച് ഇഴജന്തുക്കൾ അവരുടെ താവളമാക്കി എല്ലാ നിലക്കും മലിനമായിട്ടുണ്ടാകും. ആൾ താമസമില്ലാത്ത, ആൾ പാർപ്പില്ലാത്ത വീട്. ഇതുപോലെയാണ് ഖുർആനില്ലാത്ത ഹൃദയം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ പ്രവേശിക്കണം. നമ്മുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള
എല്ലാ കറകളും കഴുകിക്കളയാനുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ. ഇതൊരു ശിഫയാണ്. നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ഹൃദയത്തിനുമുള്ള എല്ലാ രോഗത്തിനുമുള്ള ശിഫയാണ് എന്ന് സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ചപ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈ ഖുർആനിനെയാണ് നാം മനസ്സിലാക്കാതെ പോയത്. ഈ ഖുർആനിനെയാണ് ഞാനും നിങ്ങളും അവഗണിച്ചത്. ഈ ഖുർആനിനെയാണ് വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ പോയത്. ഈ ഖുർആനാണ് ചെറുപ്പം മുതലേ ഞാനും നിങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെ എത്തി നിൽക്കുന്നു? എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു സൂറത്തോ ഒരായത്തോ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് എടുത്ത് ഉദ്ധരിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? ഖുർആനിൽ നിന്ന് നാം പഠിച്ചത് എത്ര, ഇന്ന് പാരായണം ചെയ്യുന്നത് എത്ര, ഇന്ന് നമ്മുടെ മെമ്മറിയിലുള്ള നമ്മുടെ ഓർമ്മയിലുള്ളത് എത്ര, നമ്മുടെ മെമ്മറിയിൽ നിന്ന് നാം പഠിച്ചത് ഡിലീറ്റായി പോയത് എത്ര? ഈ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം കണ്ടെത്തിയേ മതിയാകൂ. കാരണം ഇത് ദുനിയാവ് കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് വഹീന്റെ ഭാഗമാണ്. നേരം വെളുത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ മസ്ജിദ് നബവിയിൽ ഇമാമിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി തന്റെ മെഹ്റാബിൽ തന്നെ പ്രവാചകൻ സ്വഹാബത്തിലേക്ക് തിരിഞ്ഞിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ വല്ല സ്വപ്നവും കണ്ടുവോ? സാധാരണഗതിയിൽ സ്വഹാബത്ത് രാത്രി വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രവാചകനോട് പറയുന്നു. വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ആ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കുന്നു. ആ ദിവസം സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ ആരും ഒന്നും കണ്ടിട്ടില്ല. പ്രവാചകൻ പറയാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. രണ്ടാളുകൾ എന്റെ അടുക്കൽ വരികയുണ്ടായി. അത് രണ്ട് മലക്കുകളായിരുന്നു. ഒരു പ്രത്യേകമായ ലോകത്തേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ യാത്രയിൽ ഞാൻ ഒരുപാട് അത്ഭുതകരമായ കാഴ്ചകൾ കാണാനിടയായി. അതിലൊരു കാഴ്ച നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഇങ്ങനെ അവരുടെ കൂടെ പോകുമ്പോൾ അതാ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുകയാണ്. ആ മനുഷ്യന്റെ സമീപത്ത് വലിയ ഒരു പാറക്കല്ല് ഏന്തിക്കൊണ്ട് വേറൊരാൾ നിൽക്കുകയാണ്. എന്നിട്ട് ഈ കല്ലുമായി നിൽക്കുന്ന മനുഷ്യൻ ചെരിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ഈ കല്ലെടുത്തുകൊണ്ട് ശക്തിയായി എറിയുകയാണ്. ഏറിന്റെ ആഘാതം മൂലം ആ മനുഷ്യന്റെ തലയങ്ങ് ചിന്നിച്ചിതിൽ പോവുകയാണ്. കല്ല് ദൂരേക്ക് തെറിച്ചു പോവുകയാണ്. ഇയാൾ പോയി ആ കല്ലെടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് തല പഴയ രൂപത്തിലായിട്ടുണ്ടാകും. വീണ്ടും എറിയുക, പൊളിക്കപ്പെടുക, കല്ല് തെറിച്ചു പോവുക. ഈ പ്രക്രിയ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറയുക, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആരാണ് ഈ മനുഷ്യൻ? എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? ആ മലക്കുകൾ പ്രവാചകനോട് പറഞ്ഞു കൊടുത്തു, ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥയാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വാപ്പയും ഉമ്മയും ഖബറിലാണ്. നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും ഇന്ന് ബർസഖിലാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയ, അത് പ്രാവർത്തികമാക്കാത്ത, പഠിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ചില ആളുകളുണ്ട്. പഠിച്ചിട്ട് മറന്നുപോയാൽ ഭയങ്കര കുറ്റ, അതുകൊണ്ട് ഞാൻ പഠിക്കാനില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പൊ ഖുർആൻ പറഞ്ഞ് നമസ്കരിക്കുന്നവർക്ക് നാശം. കാരണം എന്താ? ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്നവർക്ക് എന്തായാലും ഇപ്പൊ നിസ്കരിക്കണ്ട എന്ന് വിചാരിക്കാൻ പറ്റും. ഫവൈലുൽ മുസല്ലീൻ എന്ന ആയത്ത് ഓതിയിട്ട് നിസ്കരിക്കാതിരുന്നത് ശരിയാവോ? ഫത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമല്ലോ അല്ലാഹനെ സൂക്ഷിക്കാം. എല്ലാ തോന്നിയാസവും ചെയ്തിട്ട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് തട്ടാമുട്ടി പറയാൻ പറ്റോ? ഇതൊക്കെ പരലോകത്ത് പോയി പറയാൻ പറ്റിയ ഒരു ഉദരാണോ, ഒഴിവ് കഴിവാണോ? അള്ളാന്റെ മുന്നിൽ എന്താ പറയാ? ഖുർആൻ പഠിക്കാനുള്ള അവസരം ഉണ്ടായി, അത് നഷ്ടപ്പെടുത്തി. ഖുർആൻ പഠിച്ചിട്ട് അതിനെതിരെ പ്രവർത്തിച്ചു. ഖുർആൻ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിച്ചില്ല. ഖുർആൻ പഠിച്ചിട്ട് മറന്നുപോയി. ഖുർആൻ പഠിച്ചത് ഭൗതികമായ താല്പര്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി മാത്രമായിരുന്നു എങ്കിൽ ഇവരുടെ എല്ലാം ഖബർ ജീവിതത്തിന്റെ അവസ്ഥയാണ്. ഞാനും നിങ്ങൾ മരണപ്പെടേണ്ട താമസം മാത്രം. നമ്മുടെ തല തല്ലിപ്പൊളിക്കാൻ നമ്മുടെ ഖബറിൽ ആൾ റെഡിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കണം. അവിടെ കൊണ്ടും തീരൂല. പരലോകത്ത് വിചാരണ കോടതിയിൽ എല്ലാ മനുഷ്യരും
മനുഷ്യരും ഒരുമിച്ച് കൂടുമ്പോ അതാ ഖുർആൻ പറയാൻ സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം 30-ാമത്തെ വചനം പ്രവാചകൻ വന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു പെറ്റീഷൻ, ഒരു പരാതി, അല്ലാഹുവിന്റെ റസൂൽ ഒരു പരാതി ബോധിപ്പിക്കും. വഖാല റസൂൽ പറയുമെന്ന്, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, തീർച്ചയായും ഈ ജനത ഖുർആനെ അഗണ്യമായി തള്ളിക്കളഞ്ഞവരാണ്. ഖുർആനെ തള്ളിക്കളയാന്ന് പറഞ്ഞാൽ ഖുർആൻ വലിച്ചെറിഞ്ഞു എന്നല്ല, അത് കത്തിച്ചു എന്നല്ല, അത് ചവിട്ടിക്കൂട്ടിയെന്നല്ല. അങ്ങനെ ചെയ്യുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ നമുക്ക് കാണാം, അത് വേറെ വശം. പക്ഷേ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടന്നിട്ട് ഈ ഖുർആനെ അവഗണിക്കുന്ന, ഇതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാത്ത ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഇത് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ്, അമാനത്താണ്, നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്നു മുതൽ ഖുർആൻ പഠിക്കുന്ന, ഒരു ദിവസം ഒരു ആയത്തെങ്കിലും ഓതുന്ന, അതിന്റെ ആശയം മനസ്സിലാക്കുന്ന, ഖുർആനിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന, ഖുർആന്റെ ആശയം എന്റെ കുടുംബത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കുടുംബനാഥനായി, ഒരു കുടുംബിനിയായി, ഒരു ഉമ്മയായി, ഒരു ഉപ്പയായി, ഒരു ഭാര്യയായി, ഒരു ഭർത്താവായി, ഒരു മകനായി, ഒരു മകളായി, ഒരു വിദ്യാർത്ഥിയായി, ഒരു സഹോദരനായി മാറാൻ ഞാനിതാ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരുന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരിക്കണം ഈ പള്ളി വിട്ട് ഞാൻ നിങ്ങളും പുറത്തിറങ്ങേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. لينذر من كان حيا. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറത്തു യാസീൻ, അതിന്റെ 70-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഏറെക്കുറെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. മനഃപ്പാഠമായിരിക്കും. അതിന്റെ 1-ാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ ഓതാൻ പറഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് വളരെ വേഗത്തിൽ ഓതിപ്പോകാനും മാത്രം ബൈഹാട്ടാക്കി വെച്ചിട്ടുള്ള, ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുള്ള, മനഃപ്പാഠമുള്ള കൊച്ചുകുട്ടികൾ വരെ കാണാതെ പാരായണം ചെയ്യുന്ന ഒരു സൂറത്തായിരിക്കും സൂറത്തു യാസീൻ. വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കൽബുൽ ഖുർആൻ, ഖുർആനിന്റെ കൽബാണ്, ഹാർട്ടാണ് എന്നവരെ പണ്ഡിതന്മാർ സൂറത്തു യാസീനിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് കൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയം എന്ന് പറയാനുള്ള കാരണം? അത്രമാത്രം ഗൗരവമേറിയ വിഷയങ്ങൾ സൂറത്തു യാസീൻ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അല്ലാഹുവിനെ എതിർക്കുന്ന, ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായി മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളെ സംബന്ധിച്ച് സൂറത്ത് യാസീൻ ചർച്ച ചെയ്യുന്നുണ്ട്. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ, ദുനിയാവ്, അവന്റെ മരണം, മരണത്തിന്റെ രംഗം, ഖബർ, ഉയർത്തെഴുന്നേൽപ്പ്, പരലോക വിചാരണ, സ്വർഗം, നരകം, ചെറിയൊരു അധ്യായമാണ് സൂറത്തു യാസീൻ. ആ അധ്യായത്തിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളൊന്നുമില്ല. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അത്രമാത്രം ഗൗരവമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഖൽബുൽ ഖുർആൻ എന്ന പണ്ഡിതന്മാർ ആ അധ്യായത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം. പല ആളുകളും സൂറത്തു യാസീനെ മനസ്സിലാക്കിയത് വേറൊരു തരത്തിലാണ്. ഖുർആൻ ഓതണമെന്ന്, വായിക്കണമെന്ന്, പഠിക്കണമെന്ന് 1-ാമത്തെ ഖുതുബയിലൂടെ നിങ്ങളോട് വസിയത്ത് ചെയ്തുവെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ ഓതുന്നത് തെറ്റായ ഒരു മാർഗത്തിലായി പോകരുത്. അതുകൊണ്ടാണ് 2-ാമത്തെ ഖുതുബയിൽ ഇങ്ങനെ ഒരു വിഷയം നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. മരിച്ചിടത്ത് പോയി യാസീൻ ഓതുന്ന ആളുകളെ നമുക്ക് കാണാം. മയ്യിത്തിന്റെ സമീപത്ത് പോയി യാസീൻ ഓതുന്ന ആളുകളെ കാണാം. മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഖുർആനും ദിക്റും ചൊല്ലുന്ന ആളുകളെ നമുക്ക് കാണാം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനായ
രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുകയാണ് അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസയോടൊപ്പം സഞ്ചരിക്കുന്ന അവസ്ഥയിൽ സൈലന്റ് ആയി പോകണമെന്നാണ്. ആരാ പറയുന്നത്? ഇമാം നബവിയാണ്. മയ്യിത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകണം. ഫലാ യർഫഉ സൗത, ശബ്ദമുയർത്താൻ പാടില്ല. ബിഖിറാഅത്തിൽ ഖുർആൻ ഓതിയിട്ട് വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ട്, വലാ വയുദാലിക, അതല്ലാത്ത മറ്റു ഭൗതിക സംസാരങ്ങളാണെങ്കിലും, ദിക്റാണെങ്കിലും ഖുർആനാണെങ്കിലും ഏത് സംസാരമാണെങ്കിലും മയ്യിത്തിന്റെ കൂടെ പോകുമ്പോൾ മിണ്ടാൻ പാടില്ല, സൈലന്റ് ആയി പോകണമെന്ന് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പല ആളുകളും മയ്യിത്ത് കുളിപ്പിച്ച് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് ആ മയ്യിത്ത് എടുക്കാൻ പോകുമ്പോ അവിടെ കൂട്ടം കൂടി നിന്ന് എല്ലാവരും കൂടി യാസീൻ ഓതുകയാണ്, സൂറത്തുൽ മുൽക്ക് ഓതുകയാണ്, ഫാത്തിഹ ഓതുകയാണ്, പല സൂറത്തുകൾ സെലക്ട് ചെയ്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി നാം ഓതണം. നമ്മൾ മരിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർ വന്ന് ഓതിയിട്ട് കാര്യമില്ല. യാസീനുമായി ഒരുപാട് തട്ടിപ്പ് മുസ്ലിം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എത്രയോ ജാറങ്ങളിൽ, കെട്ടിപ്പൊക്കിയ കബറുകളിൽ ഉസ്താദുമാര് കൗണ്ടറിൽ ഇരിക്കുകയാണ്. ആളുകൾ വന്നിട്ട് ഒരു യാസി, രണ്ട് യാസി, മുമ്പൊക്കെ അവിടെ ഇരുന്ന് ഉസ്താദുമാർ അപ്പൊ തന്നെ 2 മിനിറ്റ് കൊണ്ട് യാസീൻ ഊതിയൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴോ ചരട് കൊണ്ടുവന്ന് കെട്ടിയിട്ട് വെച്ചിരിക്കാൻ, ഒരു നൂലെടുത്താൽ അതിൽ കുറെ കെട്ട് കാണാം. ഒരു യാസീൻ ഒരു കെട്ട്, 2 യാസീൻ 2 കെട്ട്. അപ്പൊ ആളുകൾ വരുമ്പോ തിരക്കൊഴിവാക്കാൻ നേരത്തെ തന്നെ നമ്മൾ ഊതി കെട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് യാസീൻ ഓദിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ ചരട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെ യാസീൻ വിറ്റ് കാശുണ്ടാക്കുന്നവർ, യാസീൻ ഓതി പൈസ ഉണ്ടാക്കുന്നവർ, വീടാന്തരം പോയി യാസീൻ ഓതി പൈസ ഉണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളുടെ ഖബറിലേക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നവർ. വിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൽ നജ്മിന്റെ 39-ാമത്തെ ആയത്തായ വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഏതൊരു മനുഷ്യനും അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നും അവന് ഉപകരിക്കില്ല എന്ന ആയത്ത്. ഈ ആയത്തിന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അതെടുത്തു ധരിക്കുകയാണ്. വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ശാഫിഈ റഹിമഹുല്ലാഹ് വമൻ ഇത്തബഅഹു, ഈ ആയത്തിൽ നിന്നാണ് തെളിവ് പിടിച്ചത്, മതവിധി കണ്ടെത്തിയത്. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തെ ഫോളോ ചെയ്ത അദ്ദേഹത്തിന്റെ അനുയായികളും തെളിവ് പിടിച്ചത് ഈ ആയത്താണ്. ഏത് വിഷയത്തിൽ? അന്നൽ ഖിറാഅത ലാ യസിലു ഇഗ്ദാഉ സവാബിഹാ ഇലൽ മൗത, തീർച്ചയായും ഖുർആൻ പാരായണം ചെയ്ത് മരണപ്പെട്ട ആളുകളുടെ ഖബറിലേക്ക് അത് ഹദിയ ചെയ്താൽ അതിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം ആ ഖബറാളിയിലേക്ക് എത്തുകയില്ല, മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് എത്തുകയില്ല. നമ്മൾ ഉസ്താദുമാരെ കൊണ്ടുവന്ന് യാസീൻ ഓതിപ്പിച്ചു, ബാപ്പാന്റെ ഖബറിലേക്ക് ഹദിയ ചെയ്തു, കാശ് പോയി. ഖുർആനോത്തിന്റെ പ്രതിഫലം എത്തിയോ? എത്തിയില്ല. എത്തുമോ? എത്തുകയില്ല. കാരണം ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അതിന്റെ കാരണം കൂടി പണ്ഡിതന്മാർ പറഞ്ഞു. അത് അവരുടെ അധ്വാനത്തിലോ പ്രവർത്തനത്തിലോ പെട്ട കാര്യമല്ല എന്ന് മാത്രമല്ല, ലം യൻതുബി ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മതഹു വലാ ഹദ്ദഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്ബിൻ വലാ ഈമാൻ. പ്രവാചകൻ ഇങ്ങനെ ഒരു ചര്യ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. ഖണ്ഡിതമായ നിലക്കോ സൂചന എന്ന നിലക്കോ അതിലേക്ക് ഒരു നിർദ്ദേശമോ ഒരു പ്രേരണയോ ഒരു പ്രോത്സാഹനമോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വലം യൻഖലു അൻ അഹദിൻ മിന സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽപ്പെട്ട ആരും തന്നെ ഇപ്രകാരം ചെയ്തതായി എവിടെയും ഉദ്ധരിക്കപ്പെടുന്നുമില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ സ്വഹാബത്ത് ഈ വിഷയത്തിൽ നമ്മേക്കാൾ മുൻകടക്കുമായിരുന്നു. ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, നമ്മളെന്താ പറയാ, ഖുർആനല്ലേ നല്ലതല്ലേ, ദിക്റല്ലേ നല്ലതല്ലേ, സ്വലാത്തല്ലേ നല്ലതല്ലേ. ഖുർആൻ നല്ലതാണ്, പക്ഷേ അത് മരിച്ചോടത്ത് ഓതാൻ പറ്റില്ല. ഖുർആൻ നല്ലതാണ്, അത് ഖബറിൽ ഓതാൻ പറ്റില്ല. ദിക്ർ നല്ലതാണ്, അത് മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ചെല്ലാൻ പറ്റില്ല. അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. നല്ലതാണ് എങ്കിൽ അവിടെ ചെയ്യൽ അത് നല്ലതാണെങ്കിൽ പ്രവാചകന്റെ സ്വഹാബത്ത് ഈ വിഷയത്തിൽ നമ്മേക്കാൾ മുൻകടക്കുമായിരുന്നു. അതുകൊണ്ട് ഖുർആൻ വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും പല ഉസ്താദുമാരും പറയും 6666 രൂപ നിങ്ങൾ ദാനം ചെയ്താൽ നിങ്ങളുടെ കുട്ടികളെ എല്ലാ സുഖങ്ങളും മാറും.
ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി? ഖുർആനിലെ ആയത്തിന്റെ എണ്ണമാണെന്ന് പറഞ്ഞ് പണ്ടാരോ പ്രാസം ഒപ്പിച്ച് പറഞ്ഞു പോയ ഒരു അബദ്ധമാണ്. ഖുർആനിൽ അത്രയും ആയത്തുകളില്ല. വിശുദ്ധ ഖുർആനിൽ 6236 വചനങ്ങളാണുള്ളത്. സംശയമുണ്ടോ? ഇന്ന് പോയിട്ട് നിങ്ങൾ എണ്ണി നോക്കിക്കോ. ഓരോ സൂറത്തിന്റെ തുടക്കത്തിൽ ആ സൂറത്തിൽ എത്ര ആയത്തുണ്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ആ സൂറത്തിന്റെ അവസാനം നോക്കിയാൽ ആയത്തിന്റെ അവസാനത്തെ നമ്പർ ഇട്ടിട്ടുണ്ടാകും. നമ്മുടെ മൊബൈൽ എടുത്ത് കാൽക്കുലേറ്റർ എടുത്ത് ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ 6666 എന്നുള്ള നമ്പർ പറഞ്ഞ് ഈ പൈസ നിങ്ങൾ ദാനം ചെയ്താൽ നിങ്ങളുടെ മക്കളെ ഹാഫിദാക്കാം, ഈ പൈസ നിങ്ങൾ ദാനം ചെയ്താൽ ഗൾഫിൽ പോയ ഭർത്താവിന്റെ ജോലി ശരിയാകും, ഈ 6666 രൂപ നിങ്ങൾ നൽകിയാൽ ICUയിൽ കിടക്കുന്ന ഉമ്മ ഡിസ്ചാർജ് ആയി വീട്ടിൽ വരും. ഉസ്താദുമാര് പറയുന്നത് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെല്ലാം ഖുർആനിന്റെ പേരിൽ നടക്കുമ്പോൾ ആ തട്ടിപ്പിൽ നാം പെട്ടുപോകരുത്. അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും ഖുർആനിനെ യഥാവിധി മനസ്സിലാക്കി അതിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ജീവിക്കുന്ന ഖുർആനുകളായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുന്നവരായി നിലകൊള്ളാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.